അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിനി പറയാൻ പോകുന്നത് ബിൽഡിംഗ് ഓഫ് ദി കഅബ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഈവൻറ്റ് നടന്നു. അവിടെ ഒരു ഫ്ലഡ് വന്നു, വെള്ളപ്പൊക്കം വന്നിട്ട് കഅബയുടെ ആ സ്ട്രക്ചറിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചു. നമുക്കറിയാലോ, കഅബ എന്ന് പറയുന്നത് മക്കയിൽ മലകളുടെ ഇടയിൽ ഒരു ചെറിയ താഴ്വര, ഒരു വാലിയിലാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളപ്പൊക്കങ്ങൾ വരാൻ ചാൻസ് ആണ്. അപ്പോൾ ഇത് വന്നപ്പോൾ അവിടെ കേടുപാടുകളും ചെറിയ ക്രാക്കുകളൊക്കെ വന്നു അതിൻ്റെ വാൾസിൽ. അപ്പോൾ ഖുറൈശിലത്തെ ആളുകൾ നമുക്കത് വീണ്ടും റീബിൽഡ് ചെയ്യണം, പുതുക്കി പണിയണം എന്നുള്ളൊരു ആശയത്തിലേക്ക് എത്തി. നമ്മൾ കഅബ എത്ര പ്രാവശ്യം പണിതു നോക്കിക്കഴിഞ്ഞാൽ ഒരു 4-5 പ്രാവശ്യം എന്നുള്ള ഒരു കണക്ക് പണ്ഡിതന്മാർക്കിടയിലൊരു തർക്കമുണ്ട്. അതായത് ആരാണ് ആദ്യം ബിൽഡ് ചെയ്തതെന്നുള്ള കണക്ക് പ്രകാരം. ചിലർ പറയുന്നുണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമാണ് ആദ്യമായിട്ട് കഅബ പണിതത്. ചില പണ്ഡിതന്മാർ പറയുന്നത് ആദം അലൈഹിസ്സലാമാണ് ഏറ്റവും ആദ്യം ആ കഅബ പണിതതെന്ന്. പക്ഷേ മെജോറിറ്റി ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമാണ് പണിതതെന്നാണ്. ഇനി ആദം അലൈഹിസ്സലാമാണ് പണിതതെന്ന് പറയുന്നവർ ഖുറാനെ കോൺട്രാഡിക്റ്റ് ചെയ്ത് പറയണതല്ല. അവർ പറയുന്നത് വെച്ചാൽ ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ ഫൗണ്ടേഷൻ ഓൾറെഡി ഉണ്ടായിരുന്നു, അതിൻ്റെ മേലെ കഅബ കെട്ടിപ്പൊക്കിയെന്നാണ്. അതായത് ഓൾറെഡി അവിടെ എന്തോ ഒന്നുണ്ടായിരുന്നു, അതിൻ്റെ മേലെയാണ് ഇത് കെട്ടിപ്പൊക്കിയത്. അപ്പോൾ അത് ആ ഫൗണ്ടേഷന് ആദം അലൈഹിസ്സലാം ചെയ്തതാണ് എന്നാണ് പറയുന്നത്. എന്തായാലും കോമൺ ആയിട്ടുള്ള ബിലീഫ് നമുക്കറിയാം ഇബ്രാഹിം അലൈഹിസ്സലാം പണിതു എന്നാണ്. പിന്നെ ആർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണ്, അതായത് ഭൂമി സൃഷ്ടിച്ച കാലം മുതൽ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര ഹോളി ആയിട്ട് സേക്രഡ് ആയിട്ടുള്ള സ്ഥലമാണ്. ഒരുപാട് റെഫറൻസുകളും ഹദീസൊക്കെ ഉണ്ട്, പല അമ്പിയാക്കളും അവിടെ വിസിറ്റ് ചെയ്തതായിട്ടും ഒക്കെ. അതുപോലെ തന്നെ ഇനി ഈസാ അലൈഹിസ്സലാം വീണ്ടും ഭൂമിയിലേക്ക് വരുമ്പോൾ അവിടെ വരുന്നും ഹജ്ജ് ചെയ്യുന്നൊക്കെ ഉണ്ട്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം, അള്ളാഹുവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് ബിൽഡ് ചെയ്തൊരു ഹൗസാണിത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞെത്തിയത് മക്കയിൽ ഫ്ലഡ് വന്ന് വെള്ളപ്പൊക്കം വന്ന സമയമാണ്. അപ്പോൾ ഇത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് അത് കുറച്ച് എടുത്ത് മാറ്റണമല്ലോ പണിയണമെങ്കിൽ. പക്ഷെ ആർക്കും എന്താ പറയുക, കഅബ അല്ലേ അത് എന്താ പറയുക, വീണ്ടും പൊളിച്ചിട്ട് വേണമല്ലോ പണിയണമെങ്കിൽ. പൊളിക്കാനുള്ളൊരു ഇതില്ലാണ്ട് എല്ലാം റെഡിയായിട്ട് ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ആർക്കും എന്താണ് അത് പോയിട്ട് താഴെ ഇറക്കാനുള്ളൊരു ധൈര്യം ഇല്ലാണ്ട് നിൽക്കുകയാണ്. അത്രക്കും റെസ്പെക്റ്റും ഓണറൊക്കെയാണ് അവരുടെ മനസ്സിൽ കഅബനെ കുറിച്ച് ഉണ്ടായിരുന്നത്. അവർ മുശ്രിക്കുകളാണെങ്കിൽ പോലും അവർക്ക് അള്ളാഹിനെ പേടിയുണ്ടായിരുന്നു. അപ്പോൾ കഅബയുടെ മതിലുകൾ അല്ലെങ്കിൽ ആ ചുമരുകൾ പൊളിച്ച് താഴത്തേക്ക് ഇറക്കാമെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡേഞ്ചറസ് ആയിട്ട് പേടി. അങ്ങനെ ഒരാൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മക്കളെയും കൂടി കൂട്ടിയിട്ട് രാവിലെ വന്നിട്ട് ഈ അതുമേലുള്ള ഇഷ്ടികൾ അല്ലെങ്കിൽ ആ ബ്രിക്സ് ഓരോന്നായിട്ട് ഇറക്കാൻ തുടങ്ങി. എന്നിട്ട് അവരതിങ്ങനെ ഓരോന്നെടുക്കുമ്പോൾ അള്ളാഹ് പേടിക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോന്നും താഴത്തേക്ക് ഇറക്കണം. അപ്പം ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അള്ളാഹയുടെ ആ ഒരു ഐഡൻറ്റിറ്റിയുള്ള അവരുടെ വിശ്വാസം തന്നെ തെറ്റായിരുന്നു. അവർ ദൈവത്തിനെ അല്ലെങ്കിൽ അള്ളാഹിനെ സമാധാനിപ്പിക്കാൻ നോക്കുകയാണ്, പേടിക്കണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്കിത് മനസ്സിലാവണ കാര്യം എന്ന് വെച്ചാൽ അവർ അള്ളാഹിൽ വിശ്വസിച്ചിരുന്നു, പക്ഷേ അവർ അള്ളാഹിൻ്റെ ആട്രിബ്യൂട്ട്സ് കൊടുത്തിരുന്നതിലുള്ള ചെറിയ മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ചെറിയ പ്രോബ്ലംസാണ് ഉണ്ടായിരുന്നത്. എന്തായാലും അവർ പുതുക്കി പണിയാൻ തുടങ്ങി. അതേ സമയത്ത് അവിടെ ഒരു റോമൻ കപ്പൽ റെഡ് സീയിൽ കൂടെ വന്നിട്ട് ക്രാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള മരങ്ങളും പിന്നെ അവിടുന്ന് റോമൻ ബിൽഡറിനെ തന്നെ അവർക്ക് കിട്ടി. ആ ഒരു ഹെൽപ്പോട് കൂടി ഇവർ പണിയാണ്. അപ്പോൾ ഈ ടൈമിലാണ് ആദ്യമായിട്ട് ഇവർ കഅബയ്ക്ക് ഒരു റൂഫ് പണിയണത്. അതുവരെ കഅബയ്ക്ക് റൂഫ് ഉണ്ടായില്ല, മേൽക്കൂര ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സീലിംഗ് പണിയാണ്, വുഡ് കൊണ്ടുള്ളൊരു സീലിംഗ് പണിയാണ്, ഈ ഷിപ്പിൽ നിന്ന് കിട്ടിയ വുഡ് കൊണ്ട്. അതുപോലെ തന്നെ ഈ ഖുറൈശികൾക്ക് ഇത് പണിയുമ്പോൾ അവരൊരു തീരുമാനം എടുത്ത് ഹലാലായ പൈസ മാത്രം കഅബ പുതുക്കി പണിയാൻ ഉപയോഗിക്കുള്ളൂ എന്ന്. അതായത് പലിശയിൽ നിന്ന് കിട്ടുന്ന പൈസയോ പ്രോസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കിട്ടുന്ന പൈസയോ അവർ എടുക്കൂല എന്ന്. പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ വ്യഭിചാരം ഒരു നോർമൽ ഇതായിരുന്നു. ആളുകൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവരുടെ അടിമ പെൺകുട്ടികളെ ഒരു വരുമാന മാർഗ്ഗമാക്കി എടുക്കുക എന്നുള്ള രീതിയിൽ അവർ പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തിയിരുന്നു. പക്ഷെ അവർക്കറിയാം ഇത് നല്ലതല്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പൈസ അവർ കഅബ പണിയാൻ ഉപയോഗിക്കില്ല എന്നുള്ളത് അവർ തീരുമാനിച്ചു. അതുപോലെ തന്നെയാണ് പലിശ. അവർക്കും അറിയായിരുന്നു പലിശ നല്ലതല്ല,
തെറ്റല്ല, ഐ മീൻ തെറ്റാണ്, അതുകൊണ്ട് അതിൻ്റെ പൈസയും അവർ കഅബ പുതുക്കി പണിയാൻ എടുക്കില്ലാന്ന്. അങ്ങനെ ഇവർക്ക് പൈസ തികയാണ്ട് വന്നു, അവരുടെ ഫണ്ടിനൊരു ഷോർട്ടേജ് വന്നു. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കഅബയുടെ നീളം കുറച്ചു. അതായത് കഅബ ഒറിജിനലി ഒരു റെക്റ്റാങ്കിളായിരുന്നു, ദീർഘചതുരമായിരുന്നു. ഇപ്പോൾ അതൊരു ചതുരം പോലെ സ്ക്വയർ ഷേപ്പായി, കാരണം തികഞ്ഞില്ലല്ലോ പൈസ. ആ ബാക്കി ഭാഗം ആണ് നമ്മൾ അൽ ഹജർ എന്ന് പറഞ്ഞാൽ ഒരു സെമി സർക്കിളിലൊരു ചുറ്റിങ്ങനെ ആളുകൾ പോയി നിസ്കരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, കഅബയുടെ ഉള്ളിലത്തെ അതേ കൂലി എന്ന് പറഞ്ഞാൽ. ശരിക്കും അത് കഅബയുടെ ഉൾഭാഗമായിരുന്നു. അതുപോലെ തന്നെ കഅബക്ക് 2 വാതിലുകൾ ഉണ്ടായിരുന്നു, ഒന്നിൽ കൂടെ കയറി മറ്റേതിൽ കൂടെ ഇറങ്ങി പോകാന്നുള്ള രീതിയിൽ. പക്ഷേ ഇവർ പുതുക്കി പണിതപ്പോൾ ഒറ്റ വാതിലാക്കി മാറ്റിയവർ. ഒറ്റ വാതിലാക്കിയെന്ന് മാത്രമല്ല, അവരുടെ എന്താ പറയുക, ഡോറിൻ്റെ സ്റ്റെപ്പ് ഉണ്ടല്ലോ ഒന്ന് ഉയർത്തി. അതായത് ഒന്ന് രണ്ട് പടി കയറിയാലാണ് ആ വാതിൽക്ക് എത്തുള്ളൂ എന്നുള്ള രീതിയിൽ വാതിൽ കുറച്ച് ഉയർത്തി വെച്ചു. അപ്പോൾ ഈ വാതിൽ ഹൈറ്റിലേക്ക് പണിയാനുള്ളൊരു കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഖുറൈശികൾക്ക് ഒരു കൺട്രോൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ഒരു ഇഷ്യൂ ഓഫ് പവർ ആയിരുന്നു. അതായത് ആർക്കും കയറി ഇറങ്ങാമെന്നുള്ള രീതിയിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തിരി ഉയരത്തിൽ ചെയ്തത്. അപ്പോൾ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ആര് വരും ആര് പോകും എന്നുള്ള രീതിയിൽ. മക്ക വിജയത്തിന് ശേഷം ഒരു സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നതായിട്ടൊരു ഹദീസിലുണ്ട്. അതായത് ആളുകളിപ്പോൾ കുറേ പേര് മക്ക വിജയത്തിൻ്റെ സമയത്ത് മുസ്ലിങ്ങളായി, അപ്പോൾ റീസൺലി മുസ്ലിങ്ങളായതാണല്ലോ, അപ്പോൾ അവരുടെ വിശ്വാസത്തിനൊരു പ്രശ്നം വരുത്താണ്ടിരിക്കാൻ വേണ്ടിയാണ്. അല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ കഅബ പൊളിച്ചിട്ട് അതിന് 2 വാതിൽ വെച്ചേനെ, ഒന്ന് കിഴക്കും ഒന്ന് പടിഞ്ഞാറും. അതുപോലെ തന്നെ ആ ഹിജർ ഏരിയ കഅബയുടെ ഉള്ളിലാക്കി ഞാൻ പണിതേനെ. പക്ഷേ എന്താ പറയുക, ഈ അവർക്കിടയിൽ ഒരു ഫിത്ന വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ പുതിയതായിട്ട് റിലീജിയനിൽ വന്ന, അല്ലെങ്കിൽ പുതിയതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ഈമാൻ കുറച്ച് വീക്കായിരിക്കും. അപ്പോൾ ഈ കഅബ സമയത്ത് റീകൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്കിടയിൽ ഒരു പ്രോബ്ലം ആവും എന്നതുകൊണ്ട് അദ്ദേഹം അത് തിരിച്ച് പണിയാൻ പോയില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ശരിക്കൊരു പാഠം പഠിക്കാനുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മൾ ആളുകളെ നോക്കിയാൽ ചെറിയ നിസ്സാര കാരണത്തിൻ്റെ പേരിലാണ് എന്താ പറയുക ദീനിൽ അവർ വ്യത്യാസങ്ങളെ കുറേ വിഭാഗങ്ങൾ വരുന്നത്. അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അത് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? ആളുകളുടെ ഈമാനെ അത് എഫക്റ്റ് ചെയ്യുമെന്ന് പേടിച്ചിട്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും ആളുകളുടെ ആ ഒരു മനസ്സ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ കൂടി മനസ്സിലാക്കണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അതായത് നമ്മൾ ആളുകളുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കിട്ടാത്തൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ അത് അവർക്കൊരു ഫിത്നയാവും, അവരുടെ ഈമാനെ വീക്കൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ചില ഇൻഫോർമേഷൻ ചിലപ്പോൾ ട്രൂ ആണ്, അല്ലെങ്കിൽ സത്യമായ ഒരു കാര്യമായിരിക്കും നമ്മൾ പറയണത്. പക്ഷേ അവരതിന് റെഡി അല്ല എന്നുണ്ടെങ്കിൽ, അവരുടെ ഈമാൻ മീൻസ് അത്രക്ക് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവായിട്ടൊരു എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മളതൊക്കെ ഒന്ന് സൂക്ഷിച്ച് വേണം ആളുകളെടുത്ത് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ. എനിവേ, നമ്മൾ പറഞ്ഞു വരുന്ന സിറ്റുവേഷനിൽ ഖുറൈശികൾ കഅബ പുതുക്കി പണിയുന്ന സമയത്ത്, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം ഒരു 35 വയസ്സുണ്ടായിരുന്നു. അപ്പോൾ അവർ കഅബയൊക്കെ പണിത് ഏകദേശം ഫുൾ പണി കഴിഞ്ഞ് ഇനി ഹജറുൽ അസ്വദും കൂടി വെക്കാൻ ബാക്കിയുള്ളൂ. ആ സമയത്ത് അവർക്കിടയിൽ ഒരു തർക്കം വന്നു, ആരായിരിക്കും ഈ ഹജറുൽ അസ്വദ് വെക്കാമെന്ന്. എല്ലാവർക്കും അത് വെക്കണം. കഅബ പണിതപ്പോഴാണെങ്കിൽ ഓരോ ഭാഗം ഒരു ഗോത്രം ചെയ്യാം എന്നുള്ള റെസ്പോൺസിബിലിറ്റി എടുത്തിട്ടാണ് അവർ ചെയ്തത്. കാരണം എല്ലാവർക്കും ഈ ഒരു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പക്ഷേ ഹജറുൽ അസ്വദിൻ്റെ കാര്യം വന്നപ്പോൾ എല്ലാവർക്കും ചെയ്യണം. അപ്പോൾ ആളുകൾ എന്താ പറയുക, ഒരു ഗ്രൂപ്പ് ഇങ്ങനെ വന്നിട്ട് ഒരു പോട്ട് നിറച്ച് ബ്ലഡുമായിട്ട് വന്നിട്ട് എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് അതിൽ അവരെ കൈയിട്ടിട്ട് പുറത്തേക്ക് എടുത്തു. അതായത് കയ്യിൽ ബ്ലഡ് നിറച്ചിട്ട് പുറത്തേക്ക് എടുത്തു. അത് എന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് അറിയിക്കുകയാണ്, ഞങ്ങൾക്ക് ഇത് വെക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും എന്നുള്ള രീതിയിൽ കാണിക്കുകയാണ്. ഒന്നില്ലെങ്കിൽ മരണം, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നുള്ള രീതിയിൽ. അങ്ങനെ രക്തപ്പുഴ ഒഴുകും എന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്തിയപ്പോൾ എല്ലാവർക്കും എന്താ ചെയ്യേണ്ടതെന്നുള്ളതിലായി. എല്ലാവരും അതുപോലെ ഓരോ പോട്ട് ഓഫ് ബ്ലഡ് കൊണ്ടുവരാൻ തുടങ്ങി. എന്നിട്ട് എല്ലാവരും ഇതേപോലെ കൈയിട്ടിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും എന്താ പറയുക, 4-5 ദിവസത്തിൽ ഒന്നും സോൾവ് ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അവിടുത്തെ ഒരു എൽഡസ്റ്റ് ഒരാളുണ്ടായിരുന്നു, ഉമ്മയ്യ. അദ്ദേഹം ഒരു സജഷൻ വെച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, കഅബയിലേക്ക് ഇനി അടുത്തത് ആരാണ് ആദ്യം കയറി വരുന്നത് അവർക്ക് നമുക്ക്
ആരാണിത് വെക്കേണ്ടതെന്നുള്ള ചൂസ് ചെയ്യാനുള്ള അധികാരം കൊടുക്കാമെന്ന്. അങ്ങനെ അവർ കഅബയുടെ അടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അടുത്ത ആരാണ് വരിക എന്നുള്ളത്. അങ്ങനെ ആദ്യമായിട്ട് നടന്നു വന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. അപ്പോൾ എല്ലാവരും എണീറ്റ് നിന്നിട്ട് എന്താ പറയുക അല്ലമീൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. എല്ലാവർക്കും സമ്മതമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കംപ്ലീറ്റ് അധികാരം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുക ബയസ്ഡ് അല്ല, ഇങ്ങനെ പാർഷ്യാലിറ്റി കാണിക്കില്ല എന്നൊക്കെ അവർക്ക് അറിയാം. അതുകൊണ്ട് അവർക്ക് സന്തോഷമായി. അല്ലെങ്കിൽ ആരെ കയറി വരണം, ഇപ്പോൾ എൻ്റെ ഗോത്രത്തിൽ ആരെ കയറി വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഗോത്രത്തിന് റൈറ്റ് കൊടുക്കും. അപ്പോൾ അവരിങ്ങനെ ആരായിരിക്കും കയറി വരാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വരുന്നത്. അപ്പോൾ അദ്ദേഹം ഫെയറായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അറിയാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് എന്താ ചെയ്തത്, ഒരു തുണി കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ആ ഒരു തുണിയുടെ പീസിൽ ഈ ഹജറുൽ അസ്വദ് എടുത്ത് അദ്ദേഹം നടുവിൽ വെച്ചു. എന്നിട്ട് ഓരോ ഗോത്രത്തിലത്തെ റെപ്രസെൻറ്റേറ്റീവിനോട് ഓരോ മൂല സൈഡ് ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞു. എന്നിട്ട് എല്ലാവരോടും അത് ഒരേ സമയത്ത് ഉയർത്തി കഅബയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആ കറുത്ത കല്ല്, അതായത് ഹജറുൽ അസ്വദ് എടുത്തിട്ട് അതിൻ്റെ സ്ഥലത്ത് വെച്ചു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതാണ് കഅബ രണ്ടാമത്തെ പ്രാവശ്യം ബിൽഡ് ചെയ്തത്. വർഷങ്ങൾക്ക് ശേഷം അബ്ദുള്ള ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു മക്കയുടെ അമീറായി മാറി. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിനെ കുറിച്ച് അറിയായിരുന്നു. കാരണം അദ്ദേഹം അസ്മാ ബിൻത്ത് അബൂബക്കറിൻ്റെ മോനാണ്. അസ്മാ ബിൻത്ത് അബൂബക്കറിൻ്റെ സിസ്റ്ററാണല്ലോ ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പോൾ ഈ ഹദീസ് കേട്ടിട്ടുള്ളത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്ത് കഅബ പുതുക്കി പണിയാൻ തീരുമാനിച്ചു. അതിൻ്റെ ഒറിജിനൽ ഫൗണ്ടേഷനിൽ, അതായത് ചതുരമല്ല ദീർഘചതുരാക്കിയിട്ട്. കാരണം ഇപ്പോൾ മുസ്ലിങ്ങൾ കുറേ നാളായിട്ട് അവരുടെ മുസ്ലിങ്ങളാണ്, പുതിയ മുസ്ലിംസ് ഒന്നുമില്ല. അപ്പോൾ ആളുകൾക്ക് ആ സിറ്റുവേഷന് ഇതാക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ വിചാരിച്ചു. ആ സമയത്ത് മറ്റേ അൽ ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഒരാൾ മക്കയുടെ മേലെ എന്താ പറയുക കീഴടക്കാൻ നോക്കിയിട്ട് കഅബ കുറച്ച് എന്താ പറയുക ബേൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കത്തിയിട്ടുണ്ടായ ആ ഡാമേജ് അദ്ദേഹത്തിന് ഫിക്സ് ചെയ്യാൻ പറ്റുമായിരുന്നു കഅബ മുഴുവൻ പുതുക്കി പണിയാതെ. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ്റെ അഡ്വാൻറ്റേജ് എടുത്തിട്ട് അദ്ദേഹം ഒറിജിനൽ ഫൗണ്ടേഷനിൽ അത് റീബിൽഡ് ചെയ്തു. റസൂൽ സല്ലല്ലാഹു പറഞ്ഞ പോലെ അതിൻ്റെ ഗേറ്റ് താഴേക്കാക്കി 2 വാതിൽ വെച്ചു, സൈസും വലുതാക്കി, ഇതൊക്കെ ചെയ്തു. ഇതാണ് 3ാമത്തെ തവണ കഅബ റീബിൽഡ് ചെയ്തത്. പക്ഷേ അൽ ഹജ്ജാജ് ഇബ്നു യൂസുഫായിട്ടുള്ള യുദ്ധത്തിൽ അബ്ദുള്ള ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എന്താ പറയുക യുദ്ധത്തിൽ തോറ്റ് കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ അൽ ഹജ്ജാജ് ഇബ്നു യൂസുഫാണ് അത് ടേക്ക് ഓവർ ചെയ്തത്. അങ്ങനെ ആ സമയത്ത് ഖലീഫായ ആൾക്കാണെങ്കിൽ ഈ ഹദീസിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ അദ്ദേഹം വീണ്ടും കഅബ പൊളിച്ചിട്ട് പഴയതുപോലെ എന്ന് പറഞ്ഞാൽ ചെറുതാക്കിയിട്ട് പണിയാൻ പറഞ്ഞു, ഖുറൈശികൾ പണിത പോലെ. അങ്ങനെ ഇബ്നു ഉമയ്യയുടെ ഖലീഫയ്ക്ക് ശേഷം ഇബ്നു അബ്ബാസ് എന്താ പറയുക ഖലീഫ ആവുകയാണ്. അപ്പോൾ ഇബ്നു അബ്ബാസിൻ്റെ കുടുംബത്തിൽ നിന്ന് ഖലീഫ വന്നപ്പോൾ വീണ്ടും എന്താ പറയുക കഅബ വീണ്ടും പുതുക്കി പണിയാനുള്ള തീരുമാനത്തിലായി. വീണ്ടും പൊളിച്ചിട്ട് നീളത്തിൽ തന്നെ പണിയാമെന്ന്. അങ്ങനെ ഒരു ഇമാം മാലിക്കിനെ കൺസൾട്ട് ചെയ്തപ്പോൾ ഇമാം മാലിക് പറഞ്ഞു, ഒരു എന്താ പറയുക വയസ്സായിട്ടുള്ളൊരു ഉത്തരം പറഞ്ഞു. അപ്പോൾ വീണ്ടും നിങ്ങൾ പൊളിച്ച് പണിതാൽ ഇത് ഒരു എന്താ പറയുക ടോയ് പോലെയാവും. അതായത് മാറി മാറി വരുന്ന രാജാക്കന്മാർ ഇതിങ്ങനെ പൊളിച്ച് പണിതുകൊണ്ടേയിരിക്കും, സൈസ് കൂടിയും കുറഞ്ഞും. ഈവൻ ദോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്ലാൻ എന്തായിരുന്നു, അല്ലെങ്കിൽ റസൂലിൻ്റെ ആഗ്രഹം എന്തായിരുന്നു, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പണിത പോലെ നീളത്തിൽ പണിയണം എന്നായിരുന്നു. പക്ഷെ നമുക്ക് തൽക്കാലം ഇത് ഈ രൂപത്തിൽ തന്നെ വെക്കുക, അതിങ്ങനെ ഇനി മാറ്റണ്ട, അല്ലെങ്കിൽ ഇതിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. ചിലർ പറയും അത് മതി, ചിലർ മതി ഇത് മതി എന്നുള്ള രീതിയിൽ. അങ്ങനെ അവർ എന്താ പറയുക ലാസ്റ്റ് തീരുമാനിക്കുകയാണ് ഇപ്പോൾ ഉള്ള പോലെ, അതായത് ചതുരത്തിൽ പണിയ, ബാക്കി ഭാഗത്ത് മറ്റേ അൽ ഹിജർ എന്നുള്ള ഏരിയയിൽ വെക്കാന്നുള്ള രീതിയിൽ. പക്ഷേ ഇത് ശരിക്കും നമുക്കൊരു ബ്ലെസ്സിങ് ആയിരുന്നു. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം പണിത പോലെ ദീർഘചതുരത്തിലായിരുന്നു കഅബ പണിതിരുന്നെങ്കിൽ നമുക്കൊന്നും കഅബയുടെ ഉള്ളിൽ എന്താ പറയുക നിസ്കരിക്കാനുള്ള ചാൻസ് കിട്ടില്ലായിരുന്നു. ഇപ്പോൾ അത് ചെറുതായത് കൊണ്ട് ആ കഅബയുടെ ഉള്ളിലുള്ള ഉണ്ടായിരുന്ന ആ ഏരിയ ഇപ്പോൾ പുറത്താണ്. അതുകൊണ്ട് നമുക്ക് അവിടെ നിസ്കരിക്കാൻ പറ്റുന്നുണ്ട്. ഇനി കഅബ ബിൽഡ് ചെയ്ത കല്ലുകൾ എന്ന് പറയുന്നത് അതിൽ പലതും ഇബ്രാഹിം അലൈഹിസ്സലാം പണിത അതേ കല്ലുകൾ വെച്ചിട്ടാണ്. അല്ല കുറേയൊക്കെ പിന്നീട് ഖുറൈശും മറ്റുള്ളവരൊക്കെ തികയാതെ വന്ന അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ കല്ലുകൾ
മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ ഹജറുൽ അസ്വദും ഒറിജിനലായിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം വെച്ചതാണ്, ഒരിക്കലും മാറിയിട്ടില്ല. പല കഥകളും ഉണ്ട് ഇതിനെക്കുറിച്ച്. ചിലർ പറയുന്നുണ്ട് അത് സ്വർഗത്തിൽ നിന്ന് വന്ന കല്ലാണ്. ഒരു ഒതൻറ്റിക് ഹദീസ് ഉണ്ട്, സഹിയായ ഹദീസ് ഉണ്ട്. ഈ ബ്ലാക്ക് സ്റ്റോണ് അല്ല, ബ്ലാക്ക് അല്ലായിരുന്നു, അത് വൈറ്റ് ആയിരുന്നു. പിന്നെ ആളുകളുടെ പാപങ്ങൾ കൊണ്ടത് കറുത്ത് പോയതാണെന്നൊക്കെ. എന്തായാലും ഈ ബ്ലാക്ക് സ്റ്റോൺ അല്ലെങ്കിൽ ഹജറുൽ അസ്വദ് ഭയങ്കര സ്പെഷ്യൽ ആൻഡ് റെസ്പെക്റ്റഡ് ആണ്. അപ്പോൾ ഇതാണ് കഅബ പണിതത് അല്ലെങ്കിൽ പുതുക്കി പണിതതിൻ്റെ ചരിത്രം ചുരുക്കത്തിൽ. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു എപ്പിസോഡ് നിർത്താണ്. ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.